2013 മോഹൻലാലിനെ നായകനാക്കി ജിത്തു ജോസഫ് അണിയിച്ചൊരുക്കിയ ക്ലാസിക്കൽ മിസ്റ്ററി ത്രില്ലറാണ് ദൃശ്യം. ഒന്നാം ഭാഗവും രണ്ടാം ഭാഗവും നല്ല രീതിയിൽ മുന്നോട്ട് പോയെങ്കിലും അതിനോടൊന്നും നീതി പുലർത്താൻ ഇപ്പോൾ ഇറങ്ങിയ മൂന്നാം ഭാഗത്തിന് ആയില്ല എന്നാണ് വ്യക്തിപരമായ അഭിപ്രായം. അങ്ങനെ തോന്നാൻ ചില കാരണങ്ങളുണ്ട്. അതിലെ പോരായ്മകളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അതായത് ഇപ്പോൾ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന D3 എന്ന സിനിമയുടെ പോരായ്മകൾ. ദയവ് ചെയ്ത് ഈ സിനിമ കാണാത്തവർ ഇനി മുന്നോട്ടുള്ള വീഡിയോ കാണരുത്. വളരെ സ്പോയിലർ അലർട്ടുള്ള ഒരു വീഡിയോ കൂടിയാണ് ഇത്. ഒന്നാമത്തെ പോരായ്മ എന്ന് പറഞ്ഞാൽ വളരെയധികം ഹൈപ്പോട് കൂടി കൊണ്ടുവന്ന കഥാപാത്രങ്ങളെ പിന്നീട് വഴിയിൽ ഉപേക്ഷിച്ചതുപോലെയാണ് തോന്നിയത്. പ്രത്യേകിച്ചും സഹദേവൻ്റെ മകൾ യാമിയുടെ പത്രപ്രവർത്തക റോൾ. ആ വേഷം അങ്ങനെ സ്ക്രീനിൽ ഹൈലൈറ്റിൽ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഒന്നുമല്ലാതായത്. പ്രേക്ഷകനെന്ന നിലയിൽ ആ ഒരു ത്രെഡ് ഡെവലപ്പാക്കും. ആ നായകൻ ആ കഥാപാത്രത്തിൻ്റെ പിറകെ പോകും, അതിന് വേണ്ടുന്ന മുൻകരുതലുകൾ എടുക്കും എന്നൊക്കെ തോന്നിച്ചെടുത്ത് നിന്നാണ് കഥ വേറെ വഴിക്ക് പോയത്. പ്രത്യേകിച്ച് സൈക്കോളജിസ്റ്റ് ഡോക്ടറിൻ്റെയും പത്രോസിൻ്റെ മകളുടെയും കാൾ വന്നതിന് ശേഷം. രണ്ടാമത്തെ പോരായ്മ എന്ന് പറയുന്നത് സഹദേവൻ്റെ പുതിയ മേക്ക് ഓവർ കണ്ടപ്പോൾ ഒത്തിരി പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ നായകൻ്റെ ചോദ്യം ചെയ്യലിൽ ക്ലീഷേ കുമ്പസാര സീനിൽ ഞാനെല്ലാം പറയാം എന്ന ഒറ്റ ഡയലോഗ് വന്നപ്പോൾ തിയേറ്ററിൽ ആളുകൾ ചിരിക്കുന്നത് കേൾക്കാമായിരുന്നു. അവിടെ തീർന്നു സഹദേവൻ്റെ ഹൈപ്പ്. ഒത്തിരി സ്കോപ്പ് ഉണ്ടായിരുന്നു സഹദേവന്. മൂന്നാമത്തെ പോരായ്മയായി തോന്നിയത് D2 നായകനോളം റോളുണ്ടായിരുന്നു IG തോമസിന്. പക്ഷേ മൂന്നാം ഭാഗത്തിൽ വരുമ്പോൾ വെറും ഒരു കാഴ്ചക്കാരൻ മാത്രമായി IG മാറി. ഇതേ അനുഭവം തന്നെയായിരുന്നു ജോസിൻ്റെയും സാബുവിൻ്റെയും ഒക്കെ കാര്യത്തിൽ ഉണ്ടായിരുന്നത്. ജോസിന് ബേക്കറി ഇട്ട് കൊടുത്തപ്പോൾ പോലീസ് ഓഫീസറായിരുന്ന SI സുരേഷുമായി കൂട്ടുണ്ടാക്കിയപ്പോൾ അതിലൊക്കെയും ഒരു നായകൻ്റെ മിസ്റ്ററി റീസൺ തിയറി പ്രതീക്ഷിച്ചു. പിന്നീട് ഇവർക്ക് മാത്രമായി ചെയ്യാൻ സാധിക്കുന്ന ഏതെങ്കിലും കാര്യം കാണുമെന്ന് കരുതി. D2 രാജനെയും പത്രോസിനെയും ഒക്കെ യൂസ് ചെയ്തത് വെച്ച് നോക്കുമ്പോൾ ഇവിടെയും അത്തരത്തിൽ പ്രേക്ഷകർ പ്രതീക്ഷിച്ചാൽ അതിനെ കുറ്റം പറയാൻ കഴിയില്ല. നാലാമത്തെ പോരായ്മ അനവധി ഡൈവേർഷനുകൾക്കും ത്രില്ലിംഗ് ത്രെഡ്സിനും സ്കോപ്പ് ഉണ്ടായിരുന്നിട്ടും അതിലൊന്നും തന്നെ ഫോക്കസ് ചെയ്യാതെ സിദ്ദിഖിലേക്കും എങ്ങനെയും സിനിമ അവസാനിപ്പിക്കാനുള്ള ഒരു തന്ത്രപ്പാടിലേക്ക് മാത്രം ശ്രദ്ധയൂന്നിയതുപോലെ തോന്നി. സിദ്ദിഖിന് വില്ലൻ റോൾ കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയ തിയറിയും ഒട്ടും ഡൈജസ്റ്റ് ചെയ്യാത്ത ഒന്നായി തോന്നി. ഒരു പെർഫെക്ഷനിസ്റ്റ് ഡയറക്ടറായ ജിത്തുവിൽ നിന്നും ആളുകൾ ഇതിലും ബെസ്റ്റ് പ്രതീക്ഷിക്കുന്നു. ഒരു സിനിമ കാണുമ്പോൾ പ്രേക്ഷകർ സംവിധായകനെ ഓർക്കുന്നത് പല നിമിഷങ്ങളിലാണ്. D1 ജിത്തു പോലും പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു ഹൈ ക്ലാസ് മിസ്റ്ററി ത്രില്ലറാണ്. അതുകൊണ്ട് തന്നെ D2 വന്നപ്പോൾ ജിത്തുവിൽ ഉണ്ടായിരുന്ന പ്രതീക്ഷയ്ക്കപ്പുറത്തേക്ക് കൊടുക്കാൻ സാധിച്ചു. അവിടെയൊക്കെ ഡയറക്ടർ ബ്രില്യൻസ് നമ്മൾ പ്രേക്ഷകർ ആവോളം ആസ്വദിച്ചു. സിനിമയുടെ പല സീനുകളിലും ജിത്തുവിൻ്റെ ബ്രില്യൻസിനെ ഓർത്തു. D3 വന്നപ്പോഴും അത്തരം ബ്രില്യൻസ് ഏതൊരു പ്രേക്ഷകനും സ്വാഭാവികമായി പ്രതീക്ഷിക്കും. ഇവിടെയും ജിത്തുവിനെ പലപ്പോഴായി ഓർത്തു. പക്ഷേ അത് ഡയറക്ടർ ബ്രില്യൻസ് ഓർത്തല്ല, മറിച്ച് ഇത് ജിത്തു ജോസഫ് തന്നെയാണോ ഡയറക്റ്റ് ചെയ്തത് എന്നോർത്താണ്. D1ഉം D2ഉം ഇത്രയും സക്സസ് ആയതിൻ്റെ ഒരു കാരണം അതിൻ്റെ ഹാപ്പി എൻഡിങ് കൂടിയാണ്. പക്ഷേ D3 വന്നപ്പോൾ ഹാപ്പി എൻഡിങ് തിയറി വിട്ടു. അതിൽ അഞ്ജുവിൻ്റെ ട്രാജഡി കൂടി ആയപ്പോൾ അതങ്ങനെ വേണ്ടായിരുന്നു എന്നുകൂടി തോന്നി. ഇതൊക്കെയാണ് ദൃശ്യം 3 കണ്ടപ്പോൾ പെട്ടെന്ന് തോന്നിയ പോരായ്മകൾ. നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ സിനിമയിൽ തോന്നിയ പോരായ്മകളും നിങ്ങൾക്ക് ഈ സിനിമയിൽ തോന്നിയ ആകർഷണീയമായ കാര്യങ്ങളും താഴെ കമൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുമല്ലോ.